നമസ്കാരം. രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷരതയുള്ള 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു നേട്ടം കൈവരിച്ചതുമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര സർക്കാർ LP സ്കൂളുകളുണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു LP സ്കൂൾ വീതം വേണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എലമ്പ്ര എന്ന സ്ഥലത്ത് ഇതൊരു വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു LP സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി 1985 തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എങ്കിൽ പോലും ഇനി അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് വളരെ നിർണായകമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എലമ്പ്രയിലുള്ള കുട്ടികളെ മറ്റ് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി വാഹന സൗകര്യം ഏർപ്പെടുത്താമെന്നുള്ള കേരള സർക്കാരിൻ്റെ വാദവും തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചതുമില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ ഓരോ കിലോമീറ്ററിൽ ഒരു LP സ്കൂളും 3 കിലോമീറ്ററിൽ ഒരു UP സ്കൂളും വേണം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ സ്ഥിതിയിൽ സുപ്രീം കോടതി ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. 100% സാക്ഷരതയുള്ള കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ ന്യായമായ ഒരു സംശയം. എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളുകൾ തുടങ്ങിക്കൂടാ എന്ന് കേരള സർക്കാരിനോട് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇതാണ്: പ്രൈമറി സ്കൂളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ 6 മാസത്തിനകം സർക്കാർ LP സ്കൂളുകൾ ആരംഭിക്കണം. ഇത് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ തന്നെയാണ് ഈ സ്കൂളുകൾ തുടങ്ങേണ്ടത്. ഇനി ഇവിടത്തേക്ക് സ്വന്തമായി കെട്ടിടങ്ങളില്ല എങ്കിൽ തൽക്കാലം കെട്ടിടങ്ങളും താൽക്കാലിക സംവിധാനം അതിനായി ഒരുക്കണം. ഇവിടെ പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടിയിട്ടില്ലെങ്കിൽ വിരമിച്ച അധ്യാപകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ, അവരെ താൽക്കാലികമായി നിയമിച്ച് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതേസമയം കേരള സർക്കാർ പറയുന്നതാകട്ടെ നേരെ തിരിച്ചാണ്. ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. ഓരോ കിലോമീറ്ററിൽ സ്കൂളുണ്ട്, 3 കിലോമീറ്ററിൽ UP സ്കൂളുണ്ട്, ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞതെങ്കിലും കേരള സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും കോടതി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ, അതായത് KER അനുസരിച്ചുകൊണ്ട് മാത്രമേ പുതുതായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കേരളത്തിൽ കഴിയുകയുള്ളൂ എന്നുള്ള സർക്കാർ വാദവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതേസമയം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നത് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കേരളത്തിൽ പരക്കെ സ്കൂളുകളുണ്ട്, എല്ലായിടത്തും LP സ്കൂളുകളുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും സുപ്രീം കോടതി വിധിയുടെ ഉത്തരവ് ലഭിച്ചതിന് ശേഷം അതിന്മേൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കും എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കേരള സർക്കാർ ഇപ്പോഴും അവകാശപ്പെടുന്നത് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള സ്കൂളുകളൊക്കെ തന്നെ ഉണ്ട് എന്നാണ്. ഇത് എലമ്പ്രയിലെ കാര്യം അതൊന്ന് വ്യത്യസ്തമാണ്. അവിടെ സ്കൂളില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഇതുപോലെ നമ്മൾ ഒരുപക്ഷെ അന്വേഷിച്ചിറങ്ങുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ LP സ്കൂളുകൾ, സർക്കാർ ഉടമസ്ഥയുള്ള LP സ്കൂളുകൾ പലയിടത്തും ഇല്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കണക്കുകൾ നമ്മൾ വിശദമായി പരിശോധിക്കാൻ ഇറങ്ങിയാൽ ഇത് സംബന്ധിച്ചുള്ള പൊള്ളത്തനം നമുക്ക് മനസ്സിലാക്കാനും കഴിയും. കേരളത്തിൽ അൺഎയ്ഡഡ് മേഖല ഉൾപ്പെടെ 6790 LP സ്കൂളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവയിൽ സർക്കാർ ഉടമസ്ഥയിലുള്ളത് വെറും 2593 LP സ്കൂളുകൾ മാത്രമാണ്. 2958 UP സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിലും ഭൂരിഭാഗവും സ്വകാര്യ മേഖലയുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നന്നായി നൽകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനത്തിൽ നൽകേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പല രക്ഷകർത്താക്കളും ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ അവരുടെ മക്കളെ അയക്കാൻ മടിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊരു സ്റ്റാറ്റസ് സിമ്പലിൻ്റെ ഭാഗമായിട്ടാണോ അതോ സർക്കാർ സ്കൂളിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെതാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സർക്കാർ സ്കൂളുകളും എല്ലാ തവണയും SLC പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മികച്ച നിലവാരം പുറത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട്. അതേസമയം തീരെ നിലവാരം പുറത്താത്ത സർക്കാർ സ്കൂളുകളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഈ നേട്ടങ്ങളൊക്കെ നേടിയതിൻ്റെ പിന്നിൽ നമ്മുടെ ഉയർന്ന സാക്ഷരതാ നിരക്ക് ഒരു പ്രധാന കാരണമാണ് എന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ളത് കേരളത്തിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തികൾക്ക് തന്നെയാണ്. പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ കേരള രൂപീകരണത്തിന് മുമ്പ് പോലും ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ നിരവധി ഉന്നത പദവികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതി വരെയായി മാറിയ ഡോക്ടർ KR നാരായണ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അവരൊക്കെ തന്നെ പഠിച്ചത് സാധാരണ സർക്കാർ സ്കൂളുകളിൽ തന്നെയാണ്. പക്ഷേ അന്നത്തെ സർക്കാർ സ്കൂളുകൾക്കുണ്ടായിരുന്ന അത്രയും ഗുണനിലവാരം, അതായത് അധ്യാപകർക്കും മറ്റ് സംവിധാനങ്ങളുണ്ടായിരുന്ന ഗുണനിലവാരം ഇന്നൊരു പക്ഷേ അത് പൂർണ്ണമായി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഇല്ല എന്ന് പറയേണ്ടി വരും. മാത്രമല്ല നമ്മുടെ നാട്ടിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ തന്നെ വലിയ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സർക്കാർ സ്കൂളുകൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഉടമസ്ഥതയിൽ
ഈ സ്വകാര്യ മേഖല സ്കൂളുകളെ വെല്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുള്ള സ്കൂളുകളും ഇന്ന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതായാലും 6 മാസത്തിനകം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടി വരും. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഇനി 1 കിലോമീറ്ററിനുള്ളിൽ പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്തത് എന്ന് സർക്കാർ കണ്ടെത്തി അവിടെ ഇതിനൊരു അടിയന്തര പരിഹാരം നടത്തേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.